Hi everyone, welcome back to Groww Malayalam. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടോ നമ്മുടെ പ്രോഫിറ്റ് സെയിൽസ് ഒക്കെ കൂടുന്നതാണ്, പക്ഷെ ഷെയർ പ്രൈസ് ഇടിയുന്നത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിന് നമ്മുടെ ഏർണിംഗ്സ് സ്ട്രോങ് ആയിരിക്കുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് സ്റ്റിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലുള്ള 3 കമ്പനികളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനികളുടെ എല്ലാം പ്രോഫിറ്റും സെയിൽസും കഴിഞ്ഞ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റീസെന്റ് സ്റ്റോക്ക് പ്രൈസ് 30% ഇടിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, ഇത് ജസ്റ്റ് ഒരു മാർക്കറ്റ് കറക്ഷൻ ആണോ അല്ലെങ്കിൽ ബിസിനസിന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ മങ്ങി തുടങ്ങുന്നതാണോ എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്ന അനന്ത് ആണ്. അപ്പൊ അനന്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണ്. 50 വർഷത്തിലധികമായിട്ട് NCR റീജിയനിൽ ആക്റ്റീവ് ആണ്. അപ്പൊ കമ്പനിയുടെ ബിസിനസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല, അവർ ടൗൺഷിപ്സ്, IT പാർക്സ്, മാൾസ്, ഹോട്ടൽസ്, അതിൽ വെയർ ഹൗസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം റിയൽ എസ്റ്റേറ്റിന്റെ ഒപ്പം കമ്പനി ഡേറ്റാ സെന്റർ ഒരു ക്ലൗഡ് സർവീസ് സ്പേസിലേക്ക് കയറുന്നുണ്ട്. ഒക്ടോബർ 2024 അവരുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോമായ അശോക് ക്ലൗഡ് അവർ ലോഞ്ച് ചെയ്തു. അപ്പൊ ഇതുവഴി കമ്പനി ക്ലൗഡ് സ്റ്റോറേജ് അതിൽ കമ്പ്യൂട്ടിംഗ് സർവീസസ് നൽകാനായിട്ടാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. അപ്പൊ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വീണ്ടും എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് അവർ ഇവിടെ പ്ലാൻ ചെയ്തത്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് അതിൽ കോ ലൊക്കേഷൻ സർവീസസ് നൽകിക്കൊണ്ട് അപ്പൊ നിലവിൽ ഏകദേശം 96% റവന്യൂ റിയൽ എസ്റ്റേറ്റിനാണ് ഇവിടെ വരുന്നത്. ബാക്കി 4% നമ്മൾ നോക്കുകയാണെങ്കിൽ റെന്റൽ ആൻഡ് സർവീസസ് എന്നാണ് വരുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് 4.5 ഇരട്ടി വളർന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 8 ഇരട്ടി വളർന്നിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാർജിൻ എക്സ്പാൻഷൻ ആയിരുന്നു. അത് 16% നിന്ന് 24% ഇംപ്രൂവ് ചെയ്തു. ഇത് മെയിൻലി മാനുഫാക്ചറിങ് അതുപോലെ തന്നെ എംപ്ലോയി കോസ്റ്റ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ Q2 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ റവന്യൂ ഇയർ ഓവർ ഇയർ 23% വളർന്ന് 631 കോടിയായി. അപ്പൊ ഇതിന് കാരണം പുതിയ പ്രൊജക്ട്സിലേക്കുള്ള ബെറ്റർ റെസ്പോൺസ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 49% വളർന്ന് 168 കോടിയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 500 ബേസിസ് പോയിന്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 27% എത്തിക്കൊണ്ട്. ഇപ്പൊ സ്ട്രോങ് സെയിൽസ് ഗ്രോത്ത് അതിൽ ഇംപ്രൂവ്ഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കാരണം നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 30% കൂടി 138 കോടിയായി. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി റിയൽ എസ്റ്റേറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല, ഡേറ്റാ സെന്റർ അതുപോലെ ക്ലൗഡ് ബിസിനസ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിൽ ഏകദേശം 28 മെഗാവാട്ട് കപ്പാസിറ്റി ഓപ്പറേഷനിലാണ്. അതുപോലെ അടുത്ത 4 മുതൽ 5 വർഷത്തിൽ 307 മെഗാവാട്ട് ആയിട്ട് സ്കെയിൽ ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്തത്. അപ്പൊ കമ്പനി 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് 1200 കോടിയുടെ റവന്യൂ നേടാനാണ് ലക്ഷ്യമിടുന്നത്. അതിൽ ലോങ് ടേമിൽ ബിസിനസ് 8000 മുതൽ 9000 കോടി സ്കെയിൽ ചെയ്യാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 2025 ഫൈനാൻഷ്യൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് -26 കോടിയിൽ നിന്ന് 97 കോടിയായിട്ട് ഇംപ്രൂവ് ആയി. അതേസമയത്ത് റിസീവബിൾസ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ പ്രഷർ ചെലുത്തിയിട്ടുണ്ട്. ഇൻവെന്ററീസ് അതിൽ പേയ്മെന്റ്സ് ഇവിടെ കുറച്ച് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2024 ഫൈനാൻഷ്യൽ -10% 2025 ഫൈനാൻഷ്യൽ 23% ആയി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ബെറ്റർ ക്യാഷ് റിയലൈസേഷൻ ആണ്. എന്നാൽ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ അനന്ത് ക്യാഷ് ഫ്ലോ കുറച്ച് വോളറ്റൈൽ ആയിരുന്നു. നമ്മൾ 3 ഇയർ റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 2019 മുതൽ 2021 ഫൈനാൻഷ്യൽ കമ്പനിയുടെ ആവറേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 57 കോടിയായിരുന്നു. പക്ഷേ ക്യാഷ് ഫ്ലോ 192 കോടിയായിരുന്നു. അപ്പൊ ഇത് സജസ്റ്റ് ചെയ്യുന്ന ക്യാഷ് റിലീസ് ആണ്. 2020-22 ഫൈനാൻഷ്യലിൽ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിന്നു. എന്നാൽ ക്യാഷ് ഫ്ലോ ജസ്റ്റ് 60 കോടിയിലേക്ക് ഡ്രോപ്പ് ആയി. കാരണം ഫണ്ട് മിക്കതും ഇൻവെന്ററി ലോക്കായി പോയതുകൊണ്ടാണ്. 2022-24 ഫൈനാൻഷ്യലിൽ പ്രോഫിറ്റ് 207 കോടിയിലേക്ക് ചാടി. എന്നാൽ ക്യാഷ് ഫ്ലോ 143 കോടി ലിമിറ്റഡ് ആയിട്ട് നിന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു എക്സ്പാൻഷൻ ഫേസിൽ ക്യാഷ് പ്രൊജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഓവറോൾ ഈ ഒരു ട്രെൻഡ് സൂചിപ്പിക്കുന്ന കമ്പനി നിലവിൽ ബിൽഡപ്പ് സ്റ്റേജിലാണെന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ട്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഇവിടെ ഇംപ്രൂവ് ആവും. ഇനിയിപ്പം ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ്സ് ഗ്രാജുവലി ഇവിടെ കുറയുന്നുണ്ട്. ഇപ്പൊ മാർച്ച് 2022 പ്രൊമോട്ടർ ഹോൾഡിംഗ് 64.99% നിന്ന് ഒക്ടോബർ 2025 57% കുറഞ്ഞു. അതേസമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.35% നിന്ന് 13.68% സെയിം പീരീഡിൽ കൂടി. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി നല്ലൊരു 10x പ്രൈസ് ടു സെയിൽസ് അതുപോലെ 46x PE-ലാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് പ്രീമിയം വാല്യുവേഷനിലാണ് അസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് മെയിൻലി ഡേറ്റാ സെന്റർ ബിസിനസ്സിലെ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ എന്നാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ടൈമിനുള്ളിൽ തന്നെ കമ്പനിക്ക് ഇപ്പോൾ എക്സ്പാൻഷൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ 2027 ഫൈനാൻഷ്യലിൽ 1200 കോടിയുടെ റവന്യൂ ടാർഗറ്റ് ഇവിടെ ഡിലേ നേരിടാം. അപ്പൊ ഇത് വാല്യുവേഷൻ പ്രഷറിലാക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്ക് വരുന്നത് ഐനോക്സ് വിൻഡ് ആണ്. ഐനോക്സ് വിൻഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇന്റഗ്രേറ്റഡ് വിൻഡ് എനർജി കമ്പനിയാണ്. അപ്പൊ അവരുടെ ഡിസൈൻ, മാനുഫാക്ചറിങ്, EPC, ഇൻസ്റ്റലേഷൻ അതുപോലെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് എല്ലാം ഒരു കൊടക്കീഴിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
ഇപ്പൊ കമ്പനി അവരുടെ തന്നെ ബ്ലേഡ്സ്, ടാഗേഴ്സ്, നേസസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബെറ്റർ കോസ്റ്റ് കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, അതിൽ സപ്ലൈ ചെയിൻ എഫിഷ്യൻസിക്ക് ആയിട്ട്. അപ്പൊ അവർ 3 മെഗാവാട്ട് ടർബൈൻ ജനറേറ്റ് ആണ് മെയിൻ പ്രൊഡക്റ്റ്. അപ്പൊ ഇന്ത്യയിൽ വിൻഡ് കണ്ടീഷൻ ആയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഇത്. അപ്പൊ ഇതുവഴി കമ്പനിക്ക് തന്നെ വലിയ ഓർഡറും ഇൻസ്റ്റലേഷൻ ഒക്കെ നേടാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. അപ്പൊ ക്ലയൻസിന്റെ ഇടയിൽ ഒരു പ്രിഫർഡ് ചോയ്സ് ആയിട്ട് ഇത് മാറിക്കൊണ്ട് 2022 അതുപോലെ 2025 ഫൈനാൻഷ്യലിന്റെ ഇടയ്ക്ക് ഐനോക്സ് വിൻഡിന്റെ റവന്യൂ 5.6x കൂടി. പക്ഷേ ശരിക്കും ഇംപ്രൂവ്മെന്റ് മാർജിനിൽ നിന്നാണ് വന്നത്. ഇവിടെ എബിറ്റ അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവായി. അപ്പൊ ഈ ഒരു ടേൺ അറൌണ്ടിന്റെ ഒരു മെയിൻ കാര്യം ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ഇതിൽ വരുന്നതാണ് ഇൻഹൗസ് ക്രെയിൻസ്, ട്രാൻസ്ഫോമേഴ്സ്, അതിൽ നെസൽ ഹബ് പ്രൊഡക്ഷൻ. ഇതിന്റെ ഒപ്പം തന്നെ വെൻഡർ ഡിപ്പെൻഡൻസ് കുറഞ്ഞതും ലാർജ് സ്കെയിൽ എക്സിക്യൂഷൻ, അതുപോലെ തന്നെ ചെറിയ ഡിലേ. അപ്പം ഈ ഒരു ഇനീഷ്യേറ്റീവ്സ് നല്ല രീതിയിൽ കോസ്റ്റ് കുറച്ചു, ഓപ്പറേറ്റിംഗ് ലിവറേജ് അൺലോക്ക് ചെയ്തു, അതുപോലെ തന്നെ ഓവറോൾ മാർജിൻ ഇവിടെ ഇംപ്രൂവ് ചെയ്തു. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം Q1 പൊതുവെ സീസണലി സ്ലോ ക്വാർട്ടർ ആണ്. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ തവണ എന്താണ് പെർഫോമൻസ് സ്ട്രോങ് ആയിരുന്നു. റവന്യൂ ക്വാളിറ്റി ആൻഡ് എക്സിക്യൂഷനിലേക്ക് ഫോക്കസ് ആയിരുന്നു മെയിൻ ഗ്രോത്ത് ഡ്രൈവർ. ജസ്റ്റ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തതിന് പകരം കമ്പനി പ്രയോറിറ്റൈസ് ചെയ്ത് ഫുൾ പ്രൊജക്ട് സൈറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യാനായിട്ടാണ്. പ്രോഫിറ്റബിലിറ്റി ബൂസ്റ്റ് ഇംപ്രസീവ് ആയിരുന്നു. റവന്യൂവിനേക്കാളും വേഗത്തിൽ എബിറ്റ് അതിൽ പാറ്റ് രണ്ടും കൂടെ വളർന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജിലെ ക്ലിയർ ഇംപ്രൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കമ്പനി ഈ അടുത്ത് 3:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. അതിൽ മെർജർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതുവഴി ഇക്വിറ്റി ക്യാപിറ്റൽ 4 ഇരട്ടിയായിട്ട് കൂടി. എന്നാൽ ഇവിടെ കമ്പനിയുടെ ലോങ് ടേം ബോറോയിങ്സ് ഓൾമോസ്റ്റ് 0 ആയിട്ട് കുറഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഷോർട്ട് ടേം ബോറോയിങ്സിൽ ശ്രദ്ധ കൊടുക്കണം. ഈവൻ ആഫ്റ്റർ 20% റിഡക്ഷന് ശേഷം ഷോർട്ട് ടേം ബോറോയിങ്സ് 1464 കോടിയാണ്. അപ്പൊ കമ്പനിക്ക് ഏകദേശം 170 കോടിയുടെ ആനുവൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഇത് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാം. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ ഐനോക്സ് വിൻ PRD മാത്രമല്ല ഇംപ്രൂവ് ചെയ്തേക്കുന്നത്, എന്നാൽ ക്യാഷ് ഫ്ലോയും ഒരു മേജർ ടേൺ അറൗണ്ട് നമുക്ക് കാണാം. അപ്പൊ കഴിഞ്ഞ വർഷം നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് കാണിച്ചെങ്കിലും 2025 ഫൈനാൻഷ്യല് 138 കോടിയുടെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഇവിടെ CFO പോസിറ്റീവ് ആയിട്ട് മാറിയെങ്കിലും കമ്പനിയുടെ ഫണ്ടിന്റെ മെയിൻ പോർഷൻ ഇപ്പോഴും ട്രേഡ് റിസീവബിൾസ് അതിൽ ഇൻവെന്ററിയിൽ സ്റ്റക്ക് ആണ്. ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നോട്ട് ചെയ്യുക, കമ്പനി അറൌണ്ട് 1646 കോടി മൂല്യമുള്ള ക്രെഡിറ്റ് സെയിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കാം. ഇത് മെയിൻലി ഷോർട്ട് ടേം ബോറോയിങ്സ് വഴിയാണ് ഫണ്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് 2026 ഫൈനാൻഷ്യലിൽ 1.2 ജിഗാവാട്ട് എക്സിക്യൂഷൻ ആണ്. അതിൽ 2027 ഫൈനാൻഷ്യലിൽ 2 ജിഗാവാട്ടും. അപ്പൊ ഇത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് അവർ ഇവിടെ വിശ്വസിക്കുന്നത്. ഇനി റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ മെയിൻ റിസ്കിൽ ഒന്ന് റവന്യൂ കോൺസെൻട്രേഷൻ ആണ്. റവന്യൂവിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ചില ക്ലയൻസിൽ നിന്നാണ് വരുന്നത്, അതുപോലെ ഗവൺമെന്റ് ലിങ്ക് പ്രൊജക്ട്സിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂന്റെ 10% കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് 3 ക്ലയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രോജക്ട്സ് ഇപ്പൊ ഡിലേ ആവോ അല്ലെങ്കിൽ ഇപ്പൊ ക്യാൻസൽ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയെ ഏർണിംഗ്സിനെ അത് ബാധിക്കാം. ഇനി തേർഡ് കമ്പനി വന്ന് KP എനർജി ലിമിറ്റഡ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഇന്റഗ്രേറ്റഡ് വിൻഡ് പവർ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് KP എനർജി ലിമിറ്റഡ്. സൈറ്റ് സെലക്ഷൻ മുതൽ ഗ്രിഡ് കണക്ടിവിറ്റി വരെയുള്ള എൻഡ് ടു എൻഡ് വിൻഡ് ഫാം ഡെവലപ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ മെയിൻ ബിസിനസ് EPCC ടേൺകി എക്സിക്യൂഷൻ ആണ്. അപ്പൊ ഇതിൽ വരുന്നതാണ് ലാൻഡ് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്, ഇലക്ട്രിക്കൽ വർക്ക്, അതിൽ ഗ്രിഡ് ടൈ എല്ലാം ഒരു കൊടക്കയിലാണ് മാനേജ് ചെയ്തത്. അപ്പൊ ഇതിന്റെ കൂടെ കമ്പനി ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സ്റ്റേബിൾ ആന്വിറ്റി ടൈപ്പ് റവന്യൂ നൽകുന്നുണ്ട്. അവരുടെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് സെഗ്മെന്റ് വഴി 500 മെഗാവാട്ടിലധികമുള്ള അസറ്റ്സിന്റെ ലോങ് ടേം മെയിൻ്റെനൻസ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2022 അതുപോലെ 2025 ഫൈനാൻഷ്യൽ ഇടയ്ക്ക് കമ്പനിയുടെ റവന്യൂ 3.75 ഇരട്ടിയായിട്ട് വളർന്നു. പക്ഷെ റിയൽ ഗ്രോത്ത് വന്നേക്കുന്ന മാർജിനിൽ നിന്നാണ്. ഇതുവഴി എബിറ്റ 5.24x കൂടി, അതിൽ പാറ്റ് 6.31x കൂടി. അപ്പൊ ഈ ഒരു ഗ്രോത്തിന്റെ പുറകിലുള്ള മെയിൻ ഫാക്ടർ ഓപ്പറേഷണൽ എക്സലൻസ് ആണ്. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 580 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഇപ്പോൾ Q2 ഫൈനാൻഷ്യൽ 2024 സീസണലി വീക്ക് ക്വാർട്ടർ ആയിട്ട് പോലും KP എനർജി ഇയർ ഓൺ ഇയർ 51% റവന്യൂ ഗ്രോത്ത് നൽകി. അപ്പൊ ഇതിന്റെ മെയിൻ ഫാക്ടർ EPCC പ്രൊജക്ട്സിന്റെ സ്ട്രോങ് കമ്മീഷനിങ്, അതിലെ IPP ഓപ്പറേഷൻസിന്റെ സോളിഡ് പിക്കപ്പ് ആണ്. IPP ജനറേഷൻ 69 ലക്ഷം യൂണിറ്റ്സ് നിന്ന് 2.75 ലക്ഷം യൂണിറ്റ് ആയിട്ട് കൂടി. അപ്പൊ ഇത് പവർ സെയിൽ വാല്യൂ നല്ലപോലെ കൂട്ടി. അതേസമയത്ത് കമ്പനി AI ബേസ്ഡ് NOC സിസ്റ്റം, പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, അതിൽ സ്മാർട്ട് റിസോഴ്സ് പ്ലാനിംഗ് ഇംപ്ലിമെന്റ് ചെയ്ത വഴി മാർജിൻ ഇംപ്രൂവ് ആയി. അപ്പൊ ഇത് ഓവറോൾ എഫിഷ്യൻസി അതുപോലെ ജനറേഷൻ റിലയബിലിറ്റി മെച്ചപ്പെടുത്തി. അപ്പൊ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 44% വളർന്നു. എന്നാൽ ഗ്രോത്ത് പേസ് എന്താണ് മോഡറേറ്റ് ആയിരുന്നു. കാരണം ഈ ഒരു വർഷം കമ്പനി 33% ടാക്സ് അടച്ചു. കഴിഞ്ഞ വർഷം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ 24% ടാക്സ് അടച്ചത്. അപ്പൊ ഇത് കാരണം ഇവിടെ ബോട്ടം ലൈൻ ചെറുതായിട്ട് ചുരുങ്ങി. ഇനി നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ടോട്ടൽ അസറ്റ്സ് നല്ല രീതിയിൽ കൂടി.
മെയിൻലി ഫിക്സഡ് അസറ്റ് 57% ഇവിടെ കൂടിയതുകൊണ്ട് ഇപ്പോൾ 2024 ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് കമ്പനി നല്ല രീതിയിൽ അവർ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 159 കോടിയിൽ നിന്ന് 400 കോടിയായിട്ട് 2025 ഫൈനാൻഷ്യലിൽ കൂടി. ഇനി കമ്പനി അവർ 2+ ജിഗാവാട്ട് സ്ട്രോങ് ഓർഡർ ബുക്ക് വഴിയും അതിൽ 4x അല്ലെങ്കിൽ 5x മെഗാവാട്ട് WTG ടെക്നോളജി അഡോപ്ഷൻ വഴിയും ഗ്രോത്ത് നേടാനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ഗ്രിഡ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് 100 മെഗാവാട്ട് ISTS അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അതുപോലെ തന്നെ സെൻട്രൽ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ലിവറേജ് ചെയ്തുകൊണ്ട് ഇന്റർ സ്റ്റേറ്റ് പവർ സെയിൽസ് ഇവിടെ കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. അപ്പോൾ കുറച്ച് പെൻഡിങ് ലിറ്റിഗേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തേക്കുന്ന PILS അതുപോലെ സ്പെഷ്യൽ സിവിൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു മെറ്റീരിയൽ ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം. എന്നാലും സ്റ്റിൽ കണ്ടീജന്റ് ലയബിലിറ്റി ആയിട്ട് ഓപ്പറേഷൻ അതിൽ ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റീസ് ഉണ്ട്. ഇനിയിപ്പം അടുത്ത റിസ്ക് വരുന്ന റവന്യൂ കോൺസെൻട്രേഷൻ ആണ്. കമ്പനി EPCCയിൽ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ടറിൽ ഇപ്പോൾ സ്ലോ ഡൗൺ വന്നാൽ കമ്പനീനെ അത് ബാധിക്കാം. അതേസമയത്ത് IPP ഹൈ മാർജിൻ ഫാസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് ആണ്. എന്നാലും ഇപ്പോഴും ടോട്ടൽ ടേൺ ഓവറിലേക്ക് ചെറിയൊരു ഷെയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ റിസ്ക് ഉണ്ട്. സോ ഇതാണ് പ്രോഫിറ്റ് കൂടുന്നുണ്ട് പക്ഷെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന 3 സ്റ്റോക്സിന്റെ അനാലിസിസ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയാ വാല്യൂഷൻ ഒരു ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യലിന്റെ റൈറ്റ് ബാലൻസ് ഇതിൽ ഏത് സ്റ്റോക്കാണ്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല എന്നുള്ള കാര്യം നമ്മളോട് എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.